പെർജറി കേസ് ഫയൽ ചെയ്യുന്നു അറിയുമ്പോ ഭയക്കേണ്ടത് CKC അല്ലേ? അതിന് പ്രണവൻ എന്തിനാ പേടി? ഇതിപ്പോ കാര്യങ്ങൾ വ്യക്തമല്ലേ അമ്മ? പ്രണവിനെ അവൻ ജയിലിലാകൂന്ന് പറഞ്ഞ് ഭയം ഉണ്ടാക്കി ഇളക്കി വിട്ടിരിക്കുന്നത് CKCയും ജ്യോതിർമയും ചേർന്നാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോ ഈ കേസ് ഒരു കാരണവശാലും പ്രണവിനെ ബാധിക്കില്ലല്ലോ അല്ലേ? അമ്മ എന്തിനാ വീണ്ടും അങ്ങനെ ചോദിക്കുന്നേ? CKCയുടെയും ജ്യോതിർമയുടെയും തന്ത്രങ്ങളുടെ ഇരയാണ് പ്രണവ്. അതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ആളാണ് ഗൗതം. എല്ലാത്തിനും പിന്നിൽ CKCയും ജ്യോതിർമയും ആണെന്ന് കോടതിയിൽ തെളിയിച്ച് പ്രണവിനെ കൂടി സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിന്റെ ഈ കെട്ടുകഥയൊക്കെ ഏട്ടത് വിശ്വസിക്കുമായിരിക്കും. പ്രത്യക്ഷത്തില് ഗൗതമിനെ ഞാൻ കുറ്റപ്പെടുത്തുമെങ്കിലും എല്ലാത്തിനും പിന്നിലെ ബുദ്ധി നിന്റേതാണെന്ന് എനിക്കറിയാം നിധി. എങ്ങനെയും പ്രണവിനെ ഒഴിവാക്കിയെടുക്കണം. അതിനുവേണ്ടി CKCയുടെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു നീക്കം. അവസാനം എന്തെങ്കിലും ഒരു കള്ളത്തെളിവുണ്ടാക്കി CKCയാണ് പ്രണവിനെ പിടിച്ചുകൊണ്ടു പോയതെന്ന് നീയും നിന്റെ ഭർത്താവും ചേർന്ന് കോടതിയിൽ തെളിയിച്ചെടുക്കും. അതോടെ പ്രണവ് പോലും കള്ളസാക്ഷ്യം പറഞ്ഞു എന്ന് ബോധ്യപ്പെടുകയും പ്രണവ് ജയിലിൽ പോവുകയും ചെയ്യും. ശരിയല്ലേ? ഏട്ടത്തി നൊന്തു പ്രസവിച്ച ഒരേ ഒരു മകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുമ്പോഴും ഏട്ടത്തി ഇവളെ ഇതുപോലെ പിടിച്ചു നിർത്തി കരഞ്ഞുകൊണ്ട് ചോദിക്കും, അയ്യോ എന്താ മരുമോളെ പറ്റിയതെന്ന്. അന്നും പഞ്ചപാപമായിട്ട് അഭിനയിച്ച് കൈമലർത്തി ഇവളിങ്ങനെ തന്നെ പറയും, ഞങ്ങള് പ്രണവിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, കുറ്റക്കാര് കോടതിയാണെന്ന്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ഈശ്വരമംഗലം പോലെയുള്ള ഒരു സമ്പന്നതയിലേക്ക് വന്നു കയറി ഇവിടുത്തെ സ്വത്തും പണവും ബിസിനസ്സും ഒക്കെ കണ്ടപ്പോ ഇവളുടെ കണ്ണു മഞ്ഞളിച്ചു പോയി. സ്വാഭാവികം. എല്ലാം തന്റേത് മാത്രമാക്കി വെച്ച് അനുഭവിച്ചാൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഓർത്തപ്പോ ബന്ധവും സ്വന്തവും എല്ലാം മറന്നു. ആ പാവം ഗൗതമിനെ കൂടി പറഞ്ഞു പാട്ടിലാക്കി പ്രണവിനെ ഇവിടുന്ന് പുറത്തുവാക്കി, എന്നെ ഓഫീസിൽ നിന്ന് വെളിയിലുമാക്കി. പണമെന്ന് കേൾക്കുമ്പോ ഇങ്ങനെ പേ പിടിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്തിനടി? നിർത്തു വസു, നീ പറയുന്നതേ ഈശ്വരമംഗലത്തെ മരുമകളെ കുറിച്ചാ. അത് മറക്കണ്ട. മരുമകളോ? ഇവളോ? ഏട്ടത്തിയുടെ വയറ്റില് പിറന്ന പ്രണവ് താലി കെട്ടിയ ഒരു പെണ്ണുണ്ട്, ശിവാനി. അവളാണ് ഈശ്വരമംഗലത്തെ യഥാർത്ഥ മരുമകൾ. കണ്ണി കണ്ടവളെയൊക്കെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കാൻ വസുന്ധര ഒന്നുകൂടി ജനിക്കണം. കണ്ണി കണ്ടവരുടെ ഒന്നും അംഗീകാരം എനിക്ക് വേണ്ട. ആരാടി കണ്ണി കണ്ടവര്? ഞാനാണോ? അത്രയ്ക്ക് അഹങ്കാരമായോടി നിനക്ക്? ഇവളുടെ നേർക്ക് കൈ ഉയർത്താനുള്ള അധികാരമൊന്നും ഇപ്പൊ നിനക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു വസു. ഇന്നിങ്ങനെ ചമഞ്ഞൊരുങ്ങി ഈ വീടിന്റെ നടുത്തളത്തിൽ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഗൗതമം നിധിയും നിന്നോട് കാണിച്ച അനുകമ്പയാണെന്ന് ഓർത്താ മതി. അല്ലെങ്കിൽ ഇന്നും നീ ആ മുറിക്കകത്ത് കിടന്ന് എന്നെ ഒന്ന് തുറന്നു വിടണമെന്ന് യാചിച്ചേനെ. മേലിൽ ഈ വീട്ടിൽ ഒരാളുടെ നേർക്കും നിന്റെ ഈ കൈ ഉയർന്നു പോകരുത്. CKCക്കെതിരെ ഒരു തെളിവ് സംഘടിപ്പിക്കാനായി ആ ഡോക്ടറുടെ അരികിലേക്ക് ഗൗതമും നിധിയും പോയപ്പോ പോലും ആ വിവരം അപ്പൊ തന്നെ CKCയും ജ്യോതിർമയെയും വിളിച്ചു പറഞ്ഞു കൊടുത്തവളല്ലേ നീ. നീ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചോണം വസു, നിന്റെ കൂട്ടാളികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഗൗതമും നിധിയും വാങ്ങിച്ചു കൊടുത്തിരിക്കും. അത് നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. ഇവിടുന്ന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ
ഞാനും ഗൗതവും നിങ്ങളെ തുറന്നു വിട്ടത്. ആയിക്കോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. പക്ഷെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ CKCയും ജ്യോതിർമയും ജയിലിൽ പോയി കിടക്കുമ്പോ നിങ്ങൾക്കും അവരുടെ കൂടെ അകത്തു പോകേണ്ടി വരും. സൂക്ഷിച്ചാൽ നല്ലത്.